അതേപോലെ അൽ മദീനയിലെ മാനേജർ സഖാഫി ഉസ്താദ്, അഷ്ഹരിയ സഖാഫി ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ മുൻ ഖതീബ് ഉസ്താദ് ഹംസ മദനി ഉസ്താദ്, ഹനീഫ് സഖാഫി ഉസ്താദ് തുടങ്ങിയ എല്ലാ ആലിമീങ്ങൾ, നേതാക്കന്മാർ, യുവാക്കൾ, ഉമ്മബെങ്ങമാർ, ഇന്ന് നമ്മുടെ ഒരുപാട് വർഷത്തെ ഒരു സ്വപ്നം പൂവണഞ്ഞ് നമുക്ക് ഈ നാടിന് വലിയ ഒരു പെരുന്നാൾ പ്രതീതിയിലാണ് നാം കണ്ടതും നാം അനുഭവിച്ചതും നാം ഇവിടെ ഒരുമിച്ച് കൂടിയതെല്ലാം. പള്ളി അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. ലോകത്തുള്ള എല്ലാ പള്ളികൾ പരിശുദ്ധമായ കഅബയുടെ ശാഖകളാണ്. ഈ ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. പരിശുദ്ധമായ ഖുർആൻ അത് ഉണർത്തുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, അള്ളാഹുവിന്റെ ഭവനം, അത് പരിശുദ്ധമായ കഅബയാണ്. ഇന്നത്തെ ഈ ദിവസം ഹജ്ജാജികളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിയ ഹജ്ജാജിമാർ ഇന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. അള്ളാഹു പൂർണ്ണമായി മഖ്ബൂലും മബ്റൂറുമായി ഖബൂൽ ചെയ്യട്ടെ. അവിടെ ദേശ, വേഷ, ഭാഷ, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും സംഗമിക്കുകയാണ്. പള്ളികൾ ഐക്യത്തിന്റെ കേന്ദ്രമാണ്. ഒരിക്കലും അത് അനൈക്യത്തിന്റെ കേന്ദ്രങ്ങളായി പോകരുത്. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകേണ്ട കേന്ദ്രങ്ങളാണ് മുഴുവൻ പള്ളികളും. അതിന് പകരം നാം വിവിധ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് പള്ളിയിലിട്ട് അത് പ്രശ്നങ്ങളുടെ, കലഹങ്ങളുടെ, അനൈക്യത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൽ വലിയ ദുഃഖമുണ്ട്. അള്ളാഹു നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ എല്ലാ മുസ്ലിം നാടുകളിലും വലിയ ഐക്യവും സന്തോഷവും അള്ളാഹു നൽകട്ടെ. പരിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഭൂമിയിൽ അത് അള്ളാഹുവിന്റെ പള്ളിയാണ്. ഒരു നാട്ടിൽ ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പള്ളിയാണ്. അതുകൊണ്ടാണ് മദീനയിലെത്തിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഖുബാ അവിടെ നിന്ന് നിർമ്മിക്കുകയും അതിനുശേഷം ഇന്ന് മസ്ജിദുൻ നബവി കാണുന്ന ആ സ്ഥലത്ത് മസ്ജിദുൻ നബവി നിർമ്മിക്കുകയും ചെയ്തു. നമ്മുടെ ഈ നാടിന്റെ ചരിത്രം നോക്കിയാൽ ഒരു 40 വർഷത്തിന് പിന്നിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഇവിടെ മദ്രസയില്ല, പള്ളിയില്ല. നമ്മുടെ നാട്ടുകാരെല്ലാം തീരുമാനിച്ചു നമുക്കൊരു മദ്രസ വേണം. അങ്ങനെ അതിനു വേണ്ടി സ്ഥലം നമുക്ക് തന്ന് സഹകരിച്ചത് മർഹൂം സേക്കുഞ്ഞി ഇച്ച എന്ന് പറയുന്ന നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ വ്യക്തിയായിരുന്നു. അള്ളാഹു അവരുടെ ഖബറിൽ അതിന്റെ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ചെറിയ ചട്ടക്കുടിലെ മദ്രസ ആരംഭിച്ചു. അതിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്നുമുണ്ട്. അവരുടെ സ്മരണപ്പുടകളിൽ അത് മായാതെ ഇന്നും കിടക്കുന്നുണ്ട്. മഴ പെയ്തപ്പോൾ വെള്ളം ചോർന്ന് മദ്രസയിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഒരു മാന്യനായ ഒരു വ്യക്തി അയാളുടെ പീഡ ഒഴിഞ്ഞുകൊടുത്തു മദ്രസ അതിലാക്കി എന്നുള്ളതും ചരിത്രമാണ്. അങ്ങനെ മദ്രസ നിർമ്മിക്കപ്പെട്ടു. ഇനി ഒരു പള്ളി വേണം. ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രമുഖ അന്നത്തെ ആളുകൾ അവർ പിരിവ് നടത്തി 11,000 രൂപ സ്വരൂപിച്ചു. ആ 11,000 രൂപ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ എല്ലാമായ ഇബ്രാഹിം ഹാജി റഷീദ് അവരുടെ സന്നിധിയിലേക്ക് അവർ പിരിവിനായി പോയി. എത്ര പിരിവുണ്ട്? 11,000 രൂപ. അത് അയാൾ വാങ്ങിയിട്ട് പറഞ്ഞു, പള്ളി ഞാൻ നിർമ്മിച്ചു തരാം. നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഖബറിലും അതിന്റെ വലിയ സന്തോഷങ്ങൾ അല്ലാഹു നൽകട്ടെ. അവർ തുടങ്ങി വെച്ച ആ
പള്ളി ഇന്ന് അൽഹംദുലില്ലാഹ് അത് വലിയ രൂപത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അയാളുടെ മകൻ മരണപ്പെട്ട ഇല്യാസ് എന്ന് പറയുന്ന മകൻ അപകടത്തിൽ മരണപ്പെട്ട അവരുടെ പേരിലാണ് ഈ പള്ളി ഇന്നും നിലകൊള്ളുന്നത്. ഇല്യാസ് ജുമാ മസ്ജിദ് കൽക്കട്ട. അവരുടെ ഖബറിലേക്ക് അതിന്റെ സന്തോഷം അല്ലാഹു നൽകട്ടെ. അതിനുശേഷം അവരുടെ മരണശേഷം നമ്മുടെ ഈ സദസ്സിലുണ്ട് ഹമീദ് ഹാജി, അദ്ദേഹത്തിന്റെ മകൻ. അയാൾ ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങൾ അയാളെ വീട്ടിൽ പോയിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു. ഞാൻ എന്തായാലും ഈ പരിപാടിയിലേക്ക് വരാം എന്ന് ഏറ്റ് ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ. നമുക്ക് അദ്ദേഹം ഒരുപാട് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രയാസങ്ങളായിരുന്നു. ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ പോലും പ്രയാസം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. അന്നതിന് താണും തങ്ങളായി നിന്ന ഹമീദാജി. അതുപോലെ നമ്മുടെ ഇന്നും നമുക്ക് ഒരു വരുമാനം കണ്ടെത്തുന്ന നമ്മുടെ ബിൽഡിംഗ് അതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് പ്രസിഡന്റായി ബാബ ഹാജി ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഖബർ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. അതിനുശേഷം ഇന്ന് നമുക്ക് കാണുന്ന നമ്മുടെ എല്ലാ ഒരുപാട് തിരക്കുകളുണ്ട്. എല്ലാം മാറ്റിവെച്ച് എല്ലാത്തിനും ഓടിയെത്തുന്ന ഇന്നത്തെ പരിപാടിക്ക് ഇന്നലെ തന്നെ എത്തിയ നമ്മുടെ മൻസൂർ ഹാജി റഷീദി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. ഇങ്ങനെ അവരുടെ നേതൃത്വം കൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ പള്ളിയും മദ്രസകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അവരെ കൂടെ നമുക്കിവിടെ ഒത്തുനിന്ന ഒരുപാട് മഹത്തുക്കളുണ്ട്. നമുക്കറിയാം പഴയ പള്ളി, നമുക്ക് അന്ന് ഇബ്രാഹിം ഹാജി നിർമ്മിച്ച പള്ളി ഒരുപാട് കാലം പഴയ പള്ളിയായി നിലനിന്നിരുന്നു. സ്ഥലത്തിന്റെ അഭാവം വന്നപ്പോ പുതുക്കി പണിയണം. നമുക്ക് 2015-16 നമുക്ക് ആ പള്ളി പൊളിച്ച് കുറ്റിയടിച്ചു. അന്ന് പുതിയ പള്ളി നമുക്ക് തുടങ്ങി. അന്ന് ആരംഭിച്ച ഒരു ആഗ്രഹമാണ് നമ്മുടെ പള്ളി ഈ രീതിയിലായി ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത്. അതിന് ഒരു 7-8 വർഷത്തെ അധ്വാനമുണ്ട്. നമുക്ക് നിരന്തരമായി അത് അധ്വാനിച്ച് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളുടെ അവിശ്രമ പരിശ്രമം കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ മദ്രസ അത് പുതുക്കി പണിഞ്ഞ് നല്ല കെട്ടിടമായി നിർമ്മിച്ചു തന്നത് ഇബ്രാഹിം ഹാജിയുടെ ഭാര്യ കുഞ്ഞു ഹലീമ എന്ന് പറയുന്ന ഉമ്മയാണ്. അവർക്കും അതിന്റെ സന്തോഷങ്ങൾ അല്ലാഹു നൽകട്ടെ. അതേപോലെ നമ്മുടെ എത്ര പള്ളി ഭംഗിയാകാൻ കാരണം നമ്മുടെ UT ഖാദർ സാർ സ്പീക്കർ നമ്മുടെ എപ്പം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ റോഡിന്റെ അവിടെ കോൺക്രീറ്റ് ചെയ്യാനും പള്ളിന്റെ മുറ്റത്ത് ടൈൽസ് ചെയ്യാനും അതേപോലെ ഇന്റർലോക്ക് ചെയ്യാനും ഈ പള്ളിന്റെ ബാക്ക് ഭാഗം മദ്രസയുടെ മുൻഭാഗം കമ്പൗണ്ടിന് എല്ലാത്തിലും നമ്മോടൊപ്പം വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കിട്ടാൻ നമുക്ക് NS കരീം ഹാജി നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. വലിയ സന്തോഷങ്ങളും രാഷ്ട്രീയത്തിൽ വലിയ അഭിവൃദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഈ കാണുന്ന ഈ മുന്നിലെ ഈ ഓൾട്ടറേഷൻ എല്ലാം നമ്മുടെ വൈസ് പ്രസിഡന്റായ അഷ്റഫ് കട്ടെ അവരുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ ഏറ്റെടുത്തതാണ്. അന്ന് ചെറിയ ലക്ഷങ്ങളായിരുന്നു. ഇന്ന് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഡബിളായി. പക്ഷെ അവർ കൈവിട്ടിട്ടില്ല. അവരുടെ വീട്ടിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. ബാപ്പാക്ക് സുഖമില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇന്നും അവർ ഹോസ്പിറ്റലിലാണ്. ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ. ആ ഉമ്മയുടെ ഖബർ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. ബാപ്പാക്ക് പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ. എല്ലാ സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. അതേപോലെ നമ്മുടെ പ്രസിഡന്റ് ഈ ലൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവരാണ് അത് നമുക്ക് ചെയ്തു തന്നത്. അതുപോലെ AC നമ്മുടെ ഈ നാട്ടിലെയും അന്യനാട്ടിലെയും വിദേശത്തുള്ളവരും ആര് ചോദിച്ചപ്പോൾ ഒരാളും മുടക്കാതെ തന്നിട്ടുണ്ട്. 21 ഫാൻ ചോദിച്ചപ്പോ ഒരാളും അതിന് തർക്കം പറയാതെ എതിര് പറയാതെ നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. അതേപോലെ ഡിജിറ്റൽ ക്ലോക്ക് നമ്മുടെ SSFന്റെയും തഖ്വിയത്തുൽ ഇസ്ലാമിന്റെയും SYSന്റെയും KMJയുടെയും അത് വലിയ സംഭാവനയാണ്. SBS-ന്റെ കുട്ടികളടക്കം സംഭാവന നൽകിയിട്ടുണ്ട്. ടിപ്പ് ഫാൻസ് അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വലിയ സഹായം നൽകിയിട്ടുണ്ട്. നമ്മുടെ ദർസിലെ ഇശാന് ശേഷം ദർസിലെ വിദ്യാർത്ഥികൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് കഴിയുന്ന മാക്സിമം സഹായം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ യുവാക്കൾ ചങ്സ് ഗ്രൂപ്പ് അവരോട് പറഞ്ഞപ്പോൾ അവർ വലിയ ഒരു സംഖ്യ നമുക്കിവിടെ എത്തിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം സഹായം കൊണ്ടാണ് ഈ പള്ളി ഈ രൂപത്തിലായി മാറിയത്. കമ്മിറ്റി ഭാരവാഹികൾ പറയാതിരിക്കാൻ പറ്റില്ല.
പറ്റില്ല. അവരുടെ സ്വന്തം വീടിനേക്കാൾ സ്നേഹിച്ച് രാത്രി ഉറക്കം ഒഴിഞ്ഞ് ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. നമ്മുടെ ഹിരിയ വ്യക്തികളുണ്ട്, ഉമ്മവെങ്ങമാരുണ്ട്, ചെറിയ മക്കളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ എന്നാണെന്ന് പോലും ചില ആൾക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ഇതിനെ പെരുന്നാളായി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളെ അള്ളാഹു വലിയ സഹായങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് ഉണർത്താനുണ്ട്. ഈ പള്ളി ഖിയാമത്തിന്റെ അടയാളമായ പള്ളിയായി അത് മാറരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. എങ്ങനെ? പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല, ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദ്, പള്ളിയിൽ അഭിമാനം കൊള്ളുന്ന ഒരു കാലം വരും. ഞങ്ങളുടെ നാട്ടിലെ പള്ളി കണ്ടോ, എത്ര ലക്ഷങ്ങൾ ചെലവിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്ന ഒരു കാലം വരും. അങ്ങനെയുള്ള അഭിമാനം കൊള്ളുന്ന ഒരാളുകളായി ഞങ്ങൾ അതപ്പതിക്കരുത്. ഞങ്ങളെല്ലാം റബ്ബിനാണ് ചെയ്യുന്നത്, റബ്ബിന്റെ വജീഹ് ഉദ്ദേശിച്ച് മാത്രമാകണം. അതേപോലെ നമുക്കറിയാം, നമ്മുടെ ഈ പള്ളിക്ക് 5 മാസത്തോളം പണിക്കാര് പ്രവർത്തിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇത്ര ഭംഗിയാക്കി. ഇനി ലക്ഷങ്ങളില്ലാതെ, പണിക്കാരുടെ ആവശ്യമില്ലാതെ നമുക്ക് എന്നും ഭംഗിയാക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. എങ്ങനെയാണ്? ഇബാദത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ഈ പള്ളിയിൽ ഇമാം ജമാഅത്ത് നടക്കുമ്പോൾ നമുക്ക് മാക്സിമം വീട്ടിൽ നിസ്കരിക്കാതെ ഈ പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കാൻ ഈ പള്ളിയെ ഉപയോഗപ്പെടുത്തണം. ആഴ്ചയിൽ സ്വലാത്ത് നടക്കുന്നുണ്ട്, മാസത്തിൽ സ്വലാത്ത് ദിക്ർ മജ്ലിസ് ഉണ്ട്, ജലാലിയ റാത്തീബ് നടക്കുന്നുണ്ട്, റബിയുൽ അവ്വൽ 12 അല്ല 30 ദിവസം മൗലീദുണ്ട്, റാത്തീബുണ്ട്, ഖുതുബിയത്തുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ആത്മീയമായി ഞങ്ങൾ വളരാൻ വേണ്ടിയ എല്ലാം ഈ പള്ളിയിലുണ്ട്. അതെല്ലാം വന്ന് സജീവമായി സൗകര്യമുള്ളപ്പോൾ വന്ന് എല്ലാം അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. പരിശുദ്ധമായ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ, പള്ളികൾ വമ്പിച്ച പള്ളികളായിരിക്കും, പക്ഷേ അത് ഇബാദത്ത് കുറവായിരിക്കും. അങ്ങനെയുള്ള പള്ളികളാകരുത്. അവസാനമായി ഒന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളെല്ലാവരോടും ഒരു കാര്യം. ഈ പള്ളി ഇത്രയായപ്പോൾ നമുക്ക് സയ്യിദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഓർക്കേണ്ടതുണ്ട്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കേണ്ടതുണ്ട്. കാമ നിർമ്മിച്ച് അവര് അഭിമാനം കൊണ്ടതല്ല, അവര് പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ എന്നാണ്. നമുക്കെല്ലാം ഇന്നത്തെ ഈ ദിവസം ചോദിക്കാനുള്ളത് അത് മാത്രമാണ്, അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ എന്നാണ്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മംബനാ മസ്ജിദൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അല്ലാഹുവിന്റെ വജീഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്താൽ അതിന് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗത്തിൽ വലിയ വീട് നൽകുമെന്ന് പരിശുദ്ധമായ ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തുസ് സാദാത്ത് തങ്ങൾ വളരെ വേഗം തന്നെ ഞങ്ങൾ പറഞ്ഞ ആ സമയത്ത് തന്നെ കൃത്യം എത്തിയിട്ടുണ്ട്. തങ്ങൾ അവർക്ക് സ്വാഗതം പറയാൻ എനിക്കറിയില്ല, എനിക്ക് വാക്കുകളില്ല. ബഹുമാനപ്പെട്ട താജുശ് ശരീഅ ഉസ്താദ് പറയുന്ന ഒരു സ്വാഗതമുണ്ട്. ഞാൻ ഉസ്താദിന്റെ നാട്ടിൽ പഠിച്ചപ്പോ അവിടുത്തെ ഉറൂസിന് ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് തങ്ങളുടെ വാപ്പ ഒരു ആയുസ് പൂർണ്ണമായി ഈ നാട്ടിന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി മാറ്റിവെച്ച താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ, ആ തങ്ങളുപ്പാപ്പ സ്റ്റേജിക്ക് വന്നപ്പോൾ താജുശ് ശരീഅ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞങ്ങൾക്ക് സ്വാഗതം പറയാൻ കഴിയില്ല, ഞങ്ങൾ പറയുന്നതിനും അപ്പുറമാണ് താജുൽ ഉലമ. പിന്നെ നമുക്ക് ഒന്ന് പറയാം, അല്ലാഹുവേ നീ പൂർണ്ണമായ ദീർഘായുസ്സും ആഫിയത്ത് ആരോഗ്യം തങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി നമുക്ക് അർപ്പിക്കാം. താജുശ് ശരീഅയുടെ വാക്കുകൾ കടമെടുത്ത് ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് തങ്ങൾക്കും അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്ത്, പൂർണ്ണമായ ആഫിയത്ത്, ഹിമ്മത്ത്, സിഹത്ത്, ഖുവത്ത് നൽകി അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിച്ച് ബഹുമാനപ്പെട്ട താജുശ് ശരീഅ പറയലുണ്ട്, വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സ്വർഗ്ഗ പ്രവേശിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് മലായികകൾ സ്വാഗതം പറയുന്ന ആയത്താണ്. ആ സ്വാഗതം പറയുന്ന ആയത്തും അതിന്റെ ആശയം ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ ഇടഭാഗത്തുള്ളത് ബഹുമാനപ്പെട്ട ഫസൽ തങ്ങളുപ്പാപ്പ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന തങ്ങൾക്ക് സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ കേന്ദ്ര പള്ളിയിലെ ബാഖവി ഉസ്താദ്
ഉസ്താദുണ്ട്. ബാഖവി ഉസ്താദ് ഒരുപാട് വർഷമായി ദർസ് നടത്തുന്നു. മറ്റുള്ള ദർസുകളെക്കാൾ ഉസ്താദിന്റെ ദർസിനെ വ്യതിരിക്തമാക്കുന്നത് ഉസ്താദിന്റെ ദർസിൽ ഭൗതികമായി പഠിക്കുന്ന വലിയ വലിയ വിദ്യാർത്ഥികളാണ്. ഉസ്താദിന്റെ വിദ്യാർത്ഥികൾ MBBS പഠിക്കുന്ന ആളുകൾ, മറ്റും വലിയ വലിയ ഉന്നത മേഖലയിൽ പഠിക്കുന്ന ആളുകൾ, അത് ചെറിയ ഒരു ഭാഗ്യമല്ല. അള്ളാഹു അത് നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന ഉസ്താദിന് സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, സമുദായത്തിന് വേണ്ടി അബ്ബാസ് ഉസ്താദ് ആ ചെയ്തതിനെല്ലാം ഉസ്താദിന്റെ പിൻഗാമിയായി ഏറ്റെടുത്ത് സമുദായത്തിന് വേണ്ടി അവിടുന്ന് ജീവിതം മാറ്റിവെച്ച ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന ഉസ്താദിന് സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ അശ്ശരി ഉസ്താദ് നമുക്കെല്ലാം നേതൃത്വമാണ് എല്ലാ സംഘടനകൾക്കും. അതേപോലെ സുരബേൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സുപുത്രൻ, അവരും അതുപോലെ ഉസ്താദിന്റെ പിൻഗാമിയായി സമുദായത്തിന് സേവനം അനുഷ്ഠിക്കുകയാണ്. നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന ഉസ്താദിന് സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ ഹംസ മദനി ഉസ്താദുണ്ട്. അതേപോലെ ഒരുപാട് ഉസ്താദ് അനീഫ് സഖാഫി ഉസ്താദുണ്ട്. അതേപോലെ നമ്മുടെ ക്ഷണിച്ച ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. വരാൻ ചിലപ്പോ കാരണങ്ങൾ വരാൻ പറ്റാത്തവരുണ്ടാകാം. അവർക്കും അവരുടെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് ഫാദിൽ അൽ ഹിക്കമി, അബ്ദുൾ റഷീദ് സഖാഫി ഗഡിയാർ, അബ്ദുൽ മജീദ് ദാരിമി, ആസിഫ് അസ്ഹരി, മുഹമ്മദ് ഷരീഫ് സൈദി, ഹസൻ സൈദി, അബ്ദുൾ റസാഖ് സൈദി, മുഹമ്മദ് ഇസ്ഹാഖ് സൈദി, അവർക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ കണ്ണങ്കാറിലെ മുദർരിസും സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഖാദിമാണ് അഷ്റഫ് സഖാഫി ഉസ്താദ് കിന്യ, അല്ലാഹു അവർക്കും ദീർഘായുസ്സും ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ സ്വാഗതമായി ആശംസിക്കുന്നു. നമ്മുടെ യുവാക്കൾക്ക് മാതൃയാകുന്ന രൂപത്തിൽ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ പൊടിയബ്ബ ഹാജി ഗൗരവ അധ്യക്ഷർ. അവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കട്ട്, അവർക്കും കുടുംബത്തിനും പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ കോശാധികാരിയായ അബ്ദുൽ നാസിർ, അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ മാജി അധ്യക്ഷരായ ഹമീദ് ഹാജി, അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ മഞ്ഞനാട് കേന്ദ്ര ജുമാ മസ്ജിദിലെ പ്രസിഡന്റായ മൈസൂർ ബാബ ഹാജി, അതേപോലെ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ NS കരീം ഹാജി, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ആഫിയത്തും ആയുരാരോഗ്യം. അതേപോലെ KC ഇസ്മായിൽ ഹാജി കിന്യ പള്ളിയിലെ അധ്യക്ഷർ, അവർക്കും കുഞ്ഞുബാബ ഹാജി നമ്മുടെ പള്ളിയിലെ ഉപാധ്യക്ഷരും, അതേപോലെ നാടിന്റെ മിടിത്തമറിഞ്ഞ് ഓരോ പ്രയാസങ്ങളും അവർക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. അതേപോലെ കേന്ദ്ര ജുമാ മസ്ജിദ് മഞ്ഞനാട് പ്രധാന കാർദിയാശിയായ അബ്ദുൽ അസീസ് പർത്തിപ്പാടി, AM അബ്ബാസ് ഹാജി ഉർമനെ അധ്യക്ഷരും, അതേപോലെ NM മൊയ്തീൻ ബാവ അധ്യക്ഷരും, ജാമിയ മസ്ജിദ് മംഗളനഗർ മൊയ്തീൻ മോൻ റിഫായി ഉസ്തവാരി നമ്മുടെ മദ്രസ ഉസ്തവാരിയാണ്. വന്നതിന് ശേഷം മദ്രസയുടെ അഭിവൃദ്ധിയുടെ വിഷയത്തിൽ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ അബ്ദുൾ റസാഖ് ജോയിന്റ് സെക്രട്ടറി, എല്ലാ കണക്കിലെ കാര്യത്തിൽ വളരെ കൃത്യമായി ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയറായി ചെയ്യുന്ന അബ്ദുൾ റസാഖ്, തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവർ. മുഹമ്മദ് മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി, PH അസൈനാർ ജോയിന്റ് സെക്രട്ടറി, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ വിജയനഗര മസ്ജിദുർ റഹ്മാൻ അധ്യക്ഷർ ഇസ്മായിൽ, അതേപോലെ നമ്മുടെ ഓക്സിബ്ലൂ നമ്മുടെ DI അബൂബക്കർ കൈരംഗള, അവർക്കും ഞാൻ ദീർഘായുസ്സും ആഫിയത്ത് ആരോഗ്യം നൽകുന്ന പ്രാർത്ഥന സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിന്റെ മൈക്കിന്റെ, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ഉണ്ടാക്കിയവർ, ലൈറ്റിംഗിന്റെ, അതേപോലെ ഇവിടെ ഒരുമിച്ചുകൂടെ യുവാക്കൾ, അതേപോലെ ചെറുതും വലുതും എല്ലാ ഉമ്മ പെങ്ങമാർ, ഇവിടെ ആരെല്ലാം ഉണ്ട്, അതേപോലെ ഞങ്ങൾ ക്ഷണിച്ചിട്ട് വരാൻ പറ്റാത്ത ആരെല്ലാം ബാക്കി എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ നമ്മുടെ സെക്രട്ടറി മോൻച, അത് ഞാൻ അവസാനത്തേക്ക് വെച്ചത്, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു 2-3 ദിവസം തീരെ ഉറങ്ങാതെ ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറ്റുള്ള എല്ലാ
വിഷയങ്ങൾ മാറ്റിവെച്ചാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കാതെ ആ വിട്ടുപോയവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബാഖി ഉസ്താദിനെ രണ്ട് വാക്കിന് വേണ്ടി ക്ഷണിക്കും. الله كفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه الموفين بالله والصدق والوفاء. أما بعد, ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ കാലവും നമുക്ക് അത്താണിയായും നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആസുപുത്രനായ ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് തങ്ങൾ, അതേപോലെ തന്നെ എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവർകളും ഇവിടെ സന്നിഹിതരായ മറ്റു ഉലമാക്കൾ, നേതാക്കൾ, സഹോദരങ്ങൾ, ഈ സമയം പല ആലിമീങ്ങളും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് തങ്ങളുടെ ഉപദേശവും അവിടുത്തെ ദുആയും ഒക്കെ നാം കാത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് വല്ലാത്ത ഒരു ഭംഗി, വല്ലാത്ത ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ അതോടുകൂടെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് ആ പറഞ്ഞ ഒരു വാക്കാണ്, ഇത് ഒരു അഭിമാനം കൊള്ളുന്ന നിലക്കുള്ള ഖിയാമത്ത് ഒരു അടയാളമാണ്. ഞങ്ങളെ പള്ളി അങ്ങനെയുള്ളതാണ്, ഞങ്ങളെ പള്ളി ഇങ്ങനെയുള്ളതാണ് എന്നൊക്കെ അഭിമാനം പറയുന്ന ഒരവസ്ഥ വരും. അങ്ങനെയുള്ള ഒരവസ്ഥ ആകാതെ എൻ്റെ നേരെ മുന്നിൽ ഒരായത്ത് കാണുകയാണ്. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ഇവിടെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമുള്ള സദസ്സായതുകൊണ്ട് ബിദിക്രില്ലാഹി എന്ന മഅമൂല് തത്മഇന്ന് എന്ന ആമിലിനേക്കാളും മുന്തിയതാണ്. ആ മുന്തിയത് എന്തിനാണെന്ന് മുഖ്തസർ പഠിച്ച കുട്ടികൾക്കറിയാമല്ലോ. അതായത് അത് തഖ്സീസിനെ ഫായിദിപ്പിക്കാനും ഹസറിനെ ഫായിദിപ്പിക്കാനുമാണല്ലോ. അപ്പൊ തഖദീമ്, അപ്പൊ ആ ദിക്ർ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യനിക്ക് ഹൃദയ സമാധാനം ലഭിക്കുകയുള്ളൂ. ദിക്ർ കൊണ്ട് മാത്രമാണ്. അതാണ് അഖീമിസ്സലാത്ത ലിദിക്രി എന്ന് പറഞ്ഞത്. അപ്പൊ നിസ്കാരമാണ് ഏറ്റവും വലിയ ദിക്ർ. ഏറ്റവും വലിയ ദിക്ർ നിസ്കാരമാണ്. അതേപോലെ തന്നെ ഖുത്ബയും ദിക്റാണ്, നിസ്കാരവും ദിക്റാണ്. അതേപോലെ തന്നെ ഖുർആനോത്തും എല്ലാം 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 ദിക്റാണ്. അപ്പൊ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞ അത് മറന്നു പോകരുത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എതിർകക്ഷികളായ വിഭാഗത്തിനിക്ക് പറ്റിയത് ഈ ദിക്റിനെ അൻസാഹും ദിക്റ ശൈത്താൻ, അൻസാഹും ദിക്റല്ലാഹി, അല്ലാഹുവിന്റെ ദിക്റിനെ അവർക്ക് അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. ആ ദിക്റിനെ മറപ്പിച്ചു കളഞ്ഞത് കൊണ്ടാണ് അവരുടെ ഖുത്ബ അറബി അല്ലാത്തതായി പോയത്. അവരുടെ നിസ്കാരം മറ്റുള്ള രൂപത്തിലായി പോയത്. അതേപോലെ തന്നെ ആ നിസ്കാരം കഴിഞ്ഞ പാട് ദിക്റിനില്ലാതെ അവര് എണീച്ചു പോകുന്ന അവസ്ഥ. അതാണ് ചെറിയ കിതാബിൽ മുതഅല്ലിമീങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് ഓതാറുണ്ടായിരുന്ന ഒരു 10 കിതാബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിനെ കാണാനില്ല. അങ്ങനത്തെ അവസ്ഥ ആയിട്ടുണ്ട്. അതിലൊരു കിതാബിൽ പറയുന്നതായിട്ട് കാണാം, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി കസ്സമകി ഫിൽ മാ. മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ അവൻ വെള്ളത്തിലുള്ള മീന് പോലെയാണ്. അപ്പൊ വെള്ളത്തിൽ നിന്നിട്ട് മീന് ഒരു സെക്കൻഡ് വരെ അതിൽ നിന്നിട്ട് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഒരു മുനാഫിക്കായ മനുഷ്യൻ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ കൂട്ടിലുള്ളതായ പക്ഷിയെ പോലെയാണ്. അപ്പൊ കൂട്ടിലുള്ള പക്ഷി എപ്പോഴാണ് തുറക്കാൻ വേണ്ടി കാക്കുന്നത്? അതാണ് സലാം വീട്ടിയ പാട് ഒറ്റ. അപ്പോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട
സഹോദരന്മാരെ, നാം ആ രൂപത്തിൽ നമ്മുടെ പള്ളി വളരെ പിയോപ്പിയും ഇട്ട് വളരെ ഭംഗിയായിട്ട്, പക്ഷേ നാം അൽക്കഹ്ഫ് കൊണ്ട് നിബിഡമാക്കണം, സ്വലാത്ത് കൊണ്ട് നിബിഡമാക്കണം. ഒന്നാമത്തെ ദുആ കഴിഞ്ഞിട്ട് ഓടുന്ന അവസ്ഥ ഉണ്ടാകരുത്. സലാം വീട്ടിൽ ഓടുന്ന ഒരു അവസ്ഥ തീരെ ഉണ്ടാക്കരുത്. കാരണം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് വെച്ചിട്ട് നിസ്കാരത്തിന്റെ ഉടനെ എണീച്ചു പോയ ഒരൊറ്റനെ വിളിച്ചിട്ട് ഇരുത്തിയപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലഖദ് അസാബല്ലാഹു ബിക ഇബ്നുൽ ഖത്താബ് എന്നാണ്. നിസ്കരിച്ച ഉടനെ എണീച്ചു പോകുന്ന വ്യക്തിനെ കുലുക്കിപ്പിടിച്ച് ഇരുത്തേണ തന്നെയല്ലേ ലഖദ് അസാബല്ലാഹു ബിക ഇബ്നുൽ ഖത്താബ് എന്ന്. അതുകൊണ്ട് സലാം വീട്ടിൽ ഉടനെ ഓടുന്ന പ്രശ്നം വേറെ. ഒന്നാമത്തെ ദുആ കഴിഞ്ഞ ഉടനെ ഓടുന്ന അവസ്ഥ ആകരുത്. പിന്നെ എന്ത് ചെയ്യണം? ആ മറ്റുള്ള ദുആകളൊക്കെ കഴിഞ്ഞ് ആ മരിച്ചവർക്കൊക്കെ ഹദിയ ചെയ്തിട്ട് അതെല്ലാം ഓടുന്ന അവസ്ഥ. അതേപോലെ തന്നെ അൽക്കഹ്ഫ് ഓടുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ സ്വലാത്തും ദിക്റുകളും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ, ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ പല ദിക്റുകളും സ്വലാത്തുകളും മജ്‌ലിസുകളും ഒക്കെ നടക്കുന്ന ഈ മജ്‌ലിസിൽ വളരെ സന്തോഷമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ നിലനിർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഇതിന് പ്രവർത്തിച്ചത് ഞാൻ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ വന്നപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ കഴിവല്ല, ഇത് ഇവിടുത്തെ മദ്രസക്ക് നിങ്ങൾ ഒരു പേര് വെച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ. ബഹുമാനപ്പെട്ടവരുടെ കറാമത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ഉയർച്ച വല്ലാത്ത ഒരു ഉയർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിലനിർത്തി തെരുമാറാക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ താജുൽ ഉലമയുടെ ആ മകന് തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സും ഹിമ്മത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പല ഈ തോന്നിവാസങ്ങളും കൂത്താട്ടങ്ങളും കോപ്രാട്ടികളും കാണുമ്പോൾ ബഹുമാനപ്പെട്ടവര് അതിനെ വല്ലാത്ത എതിർക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം ബഹുമാനപ്പെട്ടവരോടുണ്ട്. അപ്പോൾ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ഉപ്പയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ വമൻ യുശാബിഹി അബഹു ഫമാ ദലം എന്ന് മുതഅല്ലിമീങ്ങൾ അൽഫിയിൽ പഠിച്ചിട്ടുണ്ട്. വമൻ യുശാബിഹി അബഹു ഫമാ ദലം. അത് പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ആ ഉപ്പാനോട് പിൻപറ്റിയിട്ട് അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെയും അതേപോലെ തന്നെ അനാശാസ്യ പ്രവണതകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ ശരിക്കും അവിടെ നിന്ന് തുറന്നു കാട്ടി പറയാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ തണലിലായിട്ട് ഇവിടുത്തുള്ള ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാക്കട്ടെ. ഈ കാര്യങ്ങൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ആരൊക്കെ ഏതൊക്കെ നിലക്ക് ഇതിലേക്ക് സഹകരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു കാര്യം നേരത്തെ മറന്നുപോയി. നമ്മുടെ ഇബ്രാഹിം ഹാജി അവരുടെ മകളുടെ ഭർത്താവ് മോന ഹാജി മുംബൈ നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ പള്ളിക്ക് എന്നും എല്ലാ നിലക്കും സഹായങ്ങൾ ചെയ്തു തന്ന ഹസനബ്ബ ഹാജി ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യം നൽകട്ടെ. അതേപോലെ നമ്മുടെ പള്ളിയുടെ പുറത്ത് സീറ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിട്ടതിന് ശേഷം എല്ലാവർക്കും വലിയ ഒരു ആഗ്രഹം, ഒരു ഫിക്സ് ആയിട്ട് എന്നേക്കുമായിട്ടൊരു ഷീറ്റ് ഇടണം. അത് ഞങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ PA കബീർ അവർ അത് ഏറ്റെടുക്കുകയും അവർ മരണപ്പെട്ടു പോയ ബാപ്പ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അവർ താഴെ പള്ളിയുടെ പൂർണ്ണമായ സാറിന് അതിന്റെ മജ്രി എല്ലാം നമുക്ക് മുമ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ സ്ലാബിന്റെ സിമെന്റ് പൂർണ്ണമായി തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹു അയാൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. അതിന്റെ മിഥ്ല തവാബ് അവരെ മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ബാപ്പയുടെയും അല്ലാഹു ഖബറിൽ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഫസൽ തങ്ങൾ, പ്രഗത്ഭരായ ഉസ്താദുമാർ, നേതാക്കൾ, മഹത്തായ ഈ കൽക്കട്ട പ്രദേശത്ത് പുതുക്കിപ്പണിത ഈ പള്ളി ഉദ്ഘാടനത്തിൻ്റെ വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. ഈ നാട്ടിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും മദ്രസയെക്കുറിച്ചും പള്ളിയെക്കുറിച്ചൊക്കെ ഖത്തീബ് ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തി.
ഏതായാലും ഇതിനു വേണ്ടി സഹകരിച്ച മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ ഖബർ സന്തോഷത്തിലാക്കി ഈ സന്തോഷത്തിൻ്റെ സവാബ് അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കൽക്കട്ട പ്രദേശം അൽമദീനയുമായി ഇവിടെയുള്ള യുവാക്കളും അല്ലാത്തവരും പ്രായം ചെന്നവരും എപ്പോഴും അൽമദീനയുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നവരാണ്. അല്ലാഹു തആല അതൊക്കെയും നിലനിർത്തി സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഈ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ മുമ്പിൽ നിന്ന് റഷീദ് ഇബ്രാഹിം ഹാജി അവറുകളും അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ മകൻ ഇല്ലാസും ഉള്ള ഖബർ അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ. ഇപ്പോഴും ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി അംഗങ്ങൾ, വിശിഷ്യ അതിൻ്റെ പ്രസിഡന്റ് മൻസൂർ ഹാജി അടക്കം, അതുപോലെ തന്നെ മോണു ഹാജി അടക്കം തുടങ്ങി ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി അടക്കം എല്ലാവർക്കും അല്ലാഹു വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അൽമദീനയുടെ എല്ലാവിധ സന്തോഷങ്ങളും ഇല്ലാസ് ജുമാ മസ്ജിദ് കൽക്കട്ട ഈ ഉദ്ഘാടന വേളയിൽ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് വാക്കിന് അഷ്ഹരിയ സഖാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം. ഇവിടെ ഈ രൂപത്തിലുള്ള സന്തോഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള 100% മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും സാദാത്തുക്കളെ, ആലിമീങ്ങളെ ഖൽബിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം മഹബത്ത് വെക്കുന്നവരാണ്. ദീനിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ശിആറുമായി 100% ബന്ധപ്പെടുന്നവരാണ്. നമുക്കിവിടെ വലിയ നേതൃത്വം നൽകിയ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു ഉസ്താദുൽ അസാത്തീദ് CP മഞ്ഞനാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹു അവരെ പോലെയുള്ള മഹത്തുക്കൾ കാണിച്ച വഴിയിലൂടെ നീങ്ങിയതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഈ രൂപത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. ഒറ്റൊരു വാക്ക്, നല്ലതുമായി ബന്ധപ്പെട്ടാൽ, നല്ല അടയാളങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അതുകൊണ്ട് എത്രയാണ് ദുആ ലഭിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം 10-15 മിനിറ്റോ നീണ്ടിട്ടുണ്ടാകാം. പക്ഷേ നീണ്ട മിനിറ്റുകൾ മുഴുവൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് ഈ മദ്രസയുമായി, ഈ പള്ളികളുമായി, ഇവിടുത്തെ ദീനിന്റെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിച്ച, സഹകരിച്ച കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കാണ്. എല്ലാവരും ആശ വെക്കേണ്ടത് അങ്ങനെയാണ് ആഗ്രഹം വെക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ പറയപ്പെട്ട ഇബ്രാഹിം ഹാജി ആവട്ടെ, മറ്റുള്ളവരാവട്ടെ, അവർക്ക് ഖബറിൽ എത്ര സന്തോഷത്തിൽ ഉണ്ടാകും. ഇതിനു വേണ്ടി 1 രൂപ നൽകിയവർ, ഇതിനു വേണ്ടി തടി കൊണ്ട് അധ്വാനിച്ചവർ, അവരുടെ മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് ആ ദുആ ലഭിക്കുമ്പോൾ, അതും മഹാനായ ഖുർറത്തു സാദാത്തു തങ്ങളെ, ഫളല് തങ്ങളെ, വലിയ വലിയ ആലിമീങ്ങളെ സാന്നിധ്യത്തിൽ ദുആ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. അല്ലാഹു ആ സന്തോഷം നമ്മുടെ ജീവിതങ്ങളിലും അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, നാടുകളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളികളാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ എല്ലാ സമയങ്ങളും ചെലവഴിക്കേണ്ടത്. അല്ലാഹു ആ രൂപത്തിലുള്ള വലിയ തൗഫീഖ് ലഭിച്ച കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദാറുൽ അശ്അരിയ എന്ന സ്ഥാപനത്തിന്റെയും നമ്മുടെ നേരെ അയൽപക്കത്തുള്ള ബുഖാരി ട്രസ്റ്റ്, അവിടെ നൂറുൽ ഉലമ മദ്രസ നടക്കുന്നുണ്ട്, താജുൽ ഫഖഹാ മദ്രസ ഇവിടെ കൂടാരെ നടക്കുന്നുണ്ട്. ആ സംരംഭത്തിന്റെ എല്ലാ ആശംസകളും ഈ സംരംഭത്തിന് അറിയിക്കട്ടെ ദുആ വസിയത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് വാക്കിനായി അഷ്റഫ് സഖാഫി കിന്യ ഉസ്താദ് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഖുറൂസ് ഉസ്താദ്, സയ്യിദ് അവറുകൾ, അതുപോലെ ഈ മഹത്തായ മജ്ലിസിലുള്ള സഹോദരങ്ങൾ,
സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദുആണ് നമുക്ക് ഈ മജ്ലിസിൽ പ്രതീക്ഷിക്കുന്നത്. പ്രസംഗങ്ങളെല്ലാം മുഖ്യ ഭാഗങ്ങൾ ചെറിയ രൂപത്തിലെങ്കിലും എല്ലാ പ്രഭാഷകന്മാരും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈമാൻ അളക്കാനുള്ള ഒരു ഇടമാണ് പള്ളി എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യതഅഹദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഒരു മനുഷ്യൻ്റെ ഈമാൻ അളക്കാൻ ആ മനുഷ്യന് പള്ളിയുമായി എത്ര ബന്ധമുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് വിശുദ്ധമായ ഖുർആനും ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ് എന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, കൽക്കെട്ട് പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ പരിസരത്തുള്ള മറ്റു പള്ളികളിൽ നിന്നും കൽക്കെട്ട് പള്ളിയെ മാറ്റി നിർത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ എപ്പോഴും നിസ്കരിക്കാൻ നല്ല ആളാണ്. നിസ്കരിക്കാൻ വന്ന ആളുകൾ ഏകദേശം എല്ലാവരും ഇവിടെ ഹദ്ദാദിന് കൂടും. ഇവിടെ നടക്കുന്ന മജ്ലിസുകൾക്ക് ഇവിടെ വന്ന മുഴുവൻ ആളുകൾ, ഏകദേശം ആളുകൾ കൂടുന്നത് പലപ്പോഴും കണ്ട് ഞാൻ സന്തോഷിച്ചതാണ്. അതുകൊണ്ട് എല്ലാ നിലക്കും ഈ പള്ളിയെ ഭംഗിയാക്കാനും അതിലൂടെ ഇഹപര വിജയം നേടാൻ അല്ലാഹു ഈ നാട്ടുകാർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിലെ മുൻ ഖത്തീബ് ഉസ്താദായ ഹംസ മദനി ഉസ്താദ് ഒരു 2 വാക്കിന് വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സയ്യിദ് ഖുറത്ത് ഉസ്താദ് തങ്ങളവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഫദ്ല് തങ്ങൾ, മറ്റുള്ള പണ്ഡിതന്മാർ, നല്ലവരായ ഈ ജമാഅത്തിലെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. അള്ളാഹുവിടെ പള്ളിയുടെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി ഈമാനുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭംഗി എന്ന് പറയുമ്പോൾ ഏതൊരു വിഷയത്തിനും ആന്തരികമായ ഭംഗിയുണ്ട്, ബാഹ്യമായ ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭംഗി അതൊരു ബാഹ്യമായ ഭംഗിയാണ്. യഥാർത്ഥത്തിൽ ഭംഗിയുടെ സൗന്ദര്യത്തിൻ്റെ സത്വ, അതിൻ്റെ തിരുള് ആത്മീയമായ ഭംഗിയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ കൽക്കട്ട പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ 5 വഖത്തിനും അതുപോലെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഖുർആൻ ഓത്തുകൊണ്ടും ഹദ്ദാദ് കൊണ്ടും ഒരുപാട് ആളുകൾ ഇബാദത്ത് കൊണ്ട് ധന്യമാകുന്ന ഒരു മഹത്തായ പള്ളിയാണ്. എങ്കിൽ ഇനിയുള്ള ന്യൂ ജനറേഷൻ അവരോട് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഈ നല്ലവരായ മുഅ്മിനീങ്ങൾ കാണിച്ചു തന്ന ഈ നല്ലൊരു സമ്പ്രദായം, ഈ ഒരു പാരമ്പര്യം എന്നും നാം അത് തുടരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഇനിയൊരു മുൻ ഖത്തീബ് ഹനീഫ് സഖാഫി ഉസ്താദിനെ 2 വാക്കിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കൽക്കട്ടില് 3 പള്ളിയിൽ ഞാൻ ഖതീബായിട്ടുണ്ട് 1.5 വർഷത്തിൽ. പഴയ പള്ളിയിൽ ഖുതുബ ഓതാൻ ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ ശേഷം നമ്മുടെ മദ്രസയിൽ ജുമുഅ തുടങ്ങിയിരുന്നു, അവിടെയും ഖതീബാകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ശേഷം ഈ പള്ളി പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഏകദേശം നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, അവിടെയും ഖുതുബ ഓതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം കമ്മിറ്റിക്കാർ എന്റെ റൂമിലേക്ക് വന്നു. നമ്മുടെ കണ്ഡിക ഹാജി, അദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹജ്ജ് കർമ്മങ്ങളൊക്കെയും ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുപോലെ തന്നെ നമ്മുടെ ഉസ്തുവാരി മോണാക്ക, ഇദ്ദേഹം ഇപ്പൊ സെക്രട്ടറിയാണ്. ഇങ്ങനെ തുടങ്ങിയ ജമാഅത്തിന്റെ അഗ്രഗണ്യന്മാരായ ആളുകളെല്ലാം റൂമിലേക്ക് വന്നുകൊണ്ട് പഴയ പള്ളിന്റെ എതിർഭാഗത്ത് ഒന്ന് നിസ്കരിക്കാനുള്ള സൗകര്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു കലക്ഷണം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി കലക്ഷൻ നടത്തി. ഏകദേശം എന്റെ ഓർമ്മ 2 ലക്ഷത്തോളം ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ കട്ട അസ്രപ്പ് ടെമ്പമോണോ എന്നെ അറിയുന്ന പേര്, നമ്മളെ ഉസ്തുവാരി മോണാക്ക തുടങ്ങിയ എല്ലാ ആളുകളും, KP അഷ്റഫ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല ഹർക്കത്തുള്ള ആൾക്കാർ. ഓരെല്ലാം ഒരുമിച്ച് കൂടി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഇല്യാസ്, ഇവരെല്ലാം ഒരുമിച്ച് കൂടി പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പള്ളിനെ പൊളിച്ച് തന്നെ പുതിയ പള്ളിയാക്കാം. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ മൻസൂർ ഹാജി ഈ പള്ളിക്ക് ജാഗ തന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അങ്ങനെ ചർച്ച ചെയ്ത് ഉടൻ തന്നെ അന്ന് കുട്ടിയടിച്ചത് കൂറത്തങ്ങളല്ലേ? ആരാണ്? ബേക്കള ഉസ്താദ്. കിബില തിരിച്ച് ബേക്കള ഉസ്താദ്, അല്ലാഹു തആല ഖബർ സ്വർഗ്ഗത്തോഫാക്കി കൊടുക്കട്ടെ. നവറല്ലാഹു മർഖദ. അന്ന് കുട്ടിയടിക്കുമ്പോൾ ഞാൻ സാക്ഷിയുണ്ട്. അൽഹംദുലില്ലാ, അന്ന് തുടക്കം കുറിച്ചു. പഴയ പള്ളി പൊളിച്ചു, പുതിയ പള്ളിന്റെ ഫില്ലർ. അങ്ങനെ ആ പണിക്ക് വരെ ഞാൻ കൂടിയിട്ടുണ്ട്, കല്ല് പൊറുക്കാനും മണ്ണെടുക്കാനും. ഓപ്പൺ ആയിട്ട് പറയാം. കാരണം വേറെ ഒരു പ്രത്യേകതയുണ്ട്. എന്റെ നാടിന്റെ തൊട്ടടുത്ത നാടായതുകൊണ്ട് പണ്ട് മുതൽക്ക് ഈ നാടുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ പള്ളി 1-ാം നില 2 നില ആകുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, റബ്ബിന്റെ ഖലാ ഖദർ കൊണ്ട് ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ ഇതിന് വേണ്ടി പല ഭാഗത്തും പല ആളുകളുടെ അടുത്തേക്ക് വന്ന് സമീപിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുൽ മലായിക വദക്കറല്ലാഹു ഫീമൻ ഇൻദ. ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവർ ഓതി, അല്ലാഹുവിനിക്ക് അവർ ദിക്ർ ചൊല്ലി, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, എന്നിട്ട് ഖുർആൻ ദർസ് പഠിക്കുന്ന ഒരു മുതഅല്ലിമീങ്ങളുള്ള ആ പള്ളികളായി കഴിഞ്ഞാൽ ഇല്ലാ നസലത്ത് അലൈഹിമുർ സകീന, അല്ലാഹു തആല സമാധാനം ആ പള്ളിയിൽ ഇറക്കും, ആ നാട്ടുകാർക്ക് ഇറക്കും, ആ പള്ളിയുടെ ചുറ്റുമുള്ള വീട്ടുകാർക്ക് ഇറക്കും. വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹു തആല റഹ്മത്ത് ചൊരിക്കും. വഹഫത്തുഹുൽ മലായിക, മലക്കുകളുടെ കാവലുണ്ടാകും. വദക്കറല്ലാഹു ഫീമൻ ഇൻദ, അല്ലാഹു തആല മലക്കുകളുടെ മുമ്പിൽ അവരെ പ്രശംസിക്കും എന്നുള്ള ഹദീസ് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ മുമ്പിൽ സംസാരിക്കാൻ അർഹനല്ല. എന്നാലും ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളം തങ്ങൾ ഉസ്താദിനെ വിട്ടുകൊണ്ടുള്ള നമ്മുടെ ഈ പരിസരം ഈ ഒരു പരിപാടിയുമില്ല. ഈ കൽക്കട്ടക്കാർ എന്ന് പറഞ്ഞാൽ താജുൽ ഉലമ എന്ന് പറഞ്ഞു അവിടുന്ന് ശിരസ്സ വഹിക്കുന്ന ആളുകളാണ്. അതിനിക്ക് പിന്നെ രണ്ടാമത് ഒരു ചോദ്യം ചോദിക്കാത്ത ആളുകളാണ്. ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ പറഞ്ഞത്, എന്നോട് കളിച്ചാലും എന്റെ മകൻ ഖുറത്തങ്ങളോട് കളിക്കണ്ട, അത് തീക്കളിയാകുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞവർ മറ്റുള്ള ആളുകൾ ഹിക്കായത്ത് ചെയ്തതിനെ ഞാൻ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഞാൻ ബാദപ്പുണിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ പള്ളിക്ക് കുട്ടിയടിക്കാൻ വേണ്ടി വന്നു. അവിടെ നാട്ടുകാരനായി MP സക്കാഫി പറഞ്ഞു, ഇന്ന് ചൊവ്വാഴ്ചയല്ല തങ്ങളെ, അതുകൊണ്ട് കുട്ടിയടിക്കാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോ അപ്പോഴാണ് താജുൽ ഉലമ പറഞ്ഞത്, ആരടോ ചൊവ്വാഴ്ച നല്ല നാളല്ല എന്ന് പറഞ്ഞത്, അടിക്കടോ കുട്ടി എന്ന് ചൊവ്വാഴ്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂറത്തങ്ങൾ നിങ്ങളെ പരകുടി വിളിച്ചാലും അല്ലെങ്കിൽ പള്ളിക്ക് കുട്ടിയടിക്ക വിളിച്ചാലും തങ്ങളെ സൗകര്യം അനുസരിച്ച് പറഞ്ഞാൽ നിങ്ങൾ അത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ നഹസിന്റെ ദിവസം മറ്റൊന്നും പറയാൻ നിൽക്കണ്ട. അതാണ് മഹാന്മാർ പറഞ്ഞാൽ എല്ലാ ശൈത്വാന്മാരും മാറി നിൽക്കും. അതാണ് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ആശംസകൾ നാട്ടുകാർക്ക് നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിൽ, കുടുംബത്തിൽ, ഇവിടെ കൂടി എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
ഉർമന പള്ളിയുടെ ഖത്തീബ് ഉസ്താദ് റസീസ് സഖാഫി ഗഡിയാർ ഒരു 2 വാക്കിൽ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹ്, വലിയ ഒരു സന്തോഷത്തിൻ്റെ വേളയിലാണ് നാം എല്ലാവരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ജമാഅത്തുകാർക്ക്, ഈ പള്ളിയുമായി സഹകരിച്ച എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും എല്ലാ ഖൈറും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത്, ഉറുമന ജമാഅത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാനിവിടെ വന്നതാണ്. നമ്മുടെ ഉറുമന ജമാഅത്തിൻ്റെ എല്ലാവിധ സന്തോഷവും ഈ പരിപാടിയിലേക്ക് നേർന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സദർ ഉസ്താദ് ഒരു 2 വാക്കിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, മറ്റു പണ്ഡിതന്മാർ, മുമ്പിലിരിക്കുന്ന ഈ നാട്ടിലെ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖിദ്മകളും അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതീക്ഷിച്ചിട്ടില്ല, പെട്ടെന്ന് വിളിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ചെറുതു മുതൽ വലിയവർ വരെ ഈ പള്ളിക്ക് വേണ്ടി നല്ല സമ്പത്ത് കൊണ്ടും തടി കൊണ്ടും എല്ലാം അധ്വാനിച്ച വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു തആല എല്ലാം ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എല്ലാവരോടും സംഭാവനകൾ ചോദിച്ചപ്പോൾ, നമ്മുടെ മദ്രസ കുട്ടികളോട് ചോദിച്ചപ്പോൾ വരെ നല്ലൊരു സംഖ്യ SBS-ന്റെ കുട്ടികൾ ഈ പള്ളിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റു സംഘടനകൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. അല്ലാഹു എല്ലാം ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങൾ പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിലെ എല്ലാ സംഘടനയും നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം മദനി ഉസ്താദ് ഒരു 2 വാക്കിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ കുറത്ത് സാദാത്ത് സയ്യിദ് കുറത്തങ്ങൾ വർഗ്ഗ മറ്റു പണ്ഡിതന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സാലിഹ് അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് വലിയൊരു പെരുന്നാളാണ്. ഇനി വലിയ പെരുന്നാളെന്ന് വരവുണ്ട്. അതിനേക്കാൾ വലിയൊരു പെരുന്നാളാണ് ഇന്ന് നമുക്ക് നാട്ടിലെ. കാരണം വലിയ ഒരു സന്തോഷമായിരുന്നു, നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. ഇവിടെ ചെറിയവരോടും വലിയവരോടും ആണുങ്ങളും പെണ്ണുങ്ങളോടും എല്ലാവരും വലിയ അഭിലാഷമായിരുന്നു നമ്മുടെ ഈ പള്ളിയൊന്ന് പൂർത്തിയായി നല്ല നിലക്ക് അതൊരു സംരംഭമായി നമുക്ക് ആചരിക്കണമെന്ന് നമ്മുടെ വലിയ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് എത്തിച്ചു തന്നു. ഇത് കാണാൻ വേണ്ടി കൊതിച്ചവർ ഒരുപാട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അല്ലാഹു അവരുടെ ഖബറെല്ലാം സ്വർഗീയമാക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങൾ നമ്മുടെ ഈ നാട്ടിലേക്കുള്ളത് നമ്മുടെ ഈ നാട്ടിൻ്റെ ഓരോരുത്തരുടെയും ഓരോ കൈത്താങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ മൻസൂർ ഹാജിയും അതുപോലെ അവരുടെ വാപ്പയും അങ്ങനെ തുടങ്ങിയ ഇവിടുത്തെ ഒരുപാട് നേതാക്കൾ നമ്മെ കൂടെ ഒത്തുചേർന്ന് നമുക്ക് വേണ്ടി ഇത്ര വലിയ സന്തോഷം, അതാണ് എല്ലാം അവരുടെ ഖബറിലേക്ക് ഒരു സന്തോഷം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇതിന് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൽക്കട്ട മുസ്ലിം ജമാഅത്ത് ഇതിന്റെ എല്ലാ നിലക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കിന് വിടാമം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങൾ വളരെ പ്രതീക്ഷ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്കൊരൽപ്പ നസീഹത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ മജ്ലിസ്
إلى حضر النبي محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة. جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله إلا الله لا إله 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 لا إله إلا الله محمد رسول الله صلى الله عليه وسلم. بفضل صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا ربي صل سيدنا الرحمن عند حبيبنا مصطفى محمد താങ്കളെ സലാത്തിൻ്റെ പരിശുദ്ധമായ എടുക്കലുമാണ് ഞങ്ങൾ ചൊല്ല. റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണം പഴമാണ്, നീ ഹബൂലാക്കണം പഴമാണ്, നീ വായിബാക്കല റഹ്മാണ്. റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, 24 മണിക്കൂർ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കിത്തണം റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങൾ നീ പുറത്ത് മാഫാക്കിത്തണം റഹ്മാനെ. റബ്ബേ, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തന്നെ മരിപ്പിക്കണം റഹ്മാനെ. മുസ്ലിമായി ജനിച്ച കാഫറ ഞങ്ങളാരും മരിപ്പിക്കണം റഹ്മാനെ.
റബ്ബേ മുസ്ലിമായി ജനിച്ച കാഫറായ ഞങ്ങളാരെയും മരിപ്പിക്കൽ റഹ്മാൻ. റബ്ബേ എല്ലാ വിഷയങ്ങളില്ലാക്കാൻ നീ മല പോലെ വരുന്ന മഞ്ഞ് പോലെ നീ ആക്കണം റഹ്മാൻ. റബ്ബേ ഹൈറും ഷെറുമെല്ലാം നിൻ്റെ വാക്കിൽ നിന്നാണ്. ഞങ്ങൾക്ക് നീ ഹൈറ് വിധിക്കണം റഹ്മാൻ, ഷെറ് നീ വിധിക്കല്ല റഹ്മാൻ. മാനായ റബ്ബേ എല്ലാ അമ്പിയ മുസ്ലിങ്ങളെ ബർക്കത്ത് കൊണ്ട് ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ടും പ്രത്യേകിച്ച് പള്ളിയുടെ ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും എൻ്റെ ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാം ഓരോരുത്തരുടെയും ഈമാൻ സലാമത്താക്കണം പഴമാണ്. ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം പഴമാണ്. ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം പഴമാണ്. ഇസ്സത്തോട് ജയിപ്പിക്കണം പഴമാണ്. ഇസ്സത്തില്ലാതെ ജയിപ്പിക്കല റഹ്മാൻ. റബ്ബേ നീയാണ് രോഗം തരും, നീയാണ് ശിവയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാം ഞങ്ങൾക്ക് റബ്ബേ, അതുപോലും ക്ഷമിക്കാനുള്ള ക്ഷമ ഞങ്ങളില്ല റബ്ബേ. ക്ഷമിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. പോരാ അതോടുകൂടി ഞങ്ങൾ ദോഷങ്ങൾ നീ പുറത്ത് തരണം റഹ്മാനെ. മാനായ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങൾ തുടക്കാത്ത രക്ഷിക്കണം റഹ്മാൻ. വിജലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, കാറിൽ വെച്ചോ, പ്ലെയിൽ വെച്ചോ ഞങ്ങൾ റൂഹ് നീ പിടിക്കല്ല റഹ്മാൻ. ഞങ്ങൾ ഹലാൽ വെച്ച് നീ പിടിക്കണം റഹ്മാൻ. റബ്ബേ എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ ആക്സിഡൻ്റായി മരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കി തരണം റഹ്മാൻ. റബ്ബേ ഏതെല്ലാം എന്തെല്ലാം എല്ലാ അപകടങ്ങളുണ്ടോ ആ അപകടത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ഓരോരുത്തരും ക്യാമണ്ണാൽ വരുന്ന മക്കൾ ശരി നീ കാത്തു രക്ഷിക്കണം റഹ്മാൻ. റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് തുണ്ടമായ നിലക്ക് കത്തിക്കെരി നിലക്ക് വെണ്ണൂറ് പോലെ നീ ആക്കല റഹ്മാനെ. റബ്ബേ നീ വെണ്ണൂറ് പോലെ നീ ആക്കല്ല റഹ്മാനെ. പ്രത്യേകിച്ച് പ്ലെയിൻ പോലത്തെ അപകടത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ എൻ്റെ മഹലായ ഫضل കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിൽ ഇന്ന് പോകുന്നു. ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ എത്രയോ ആക്സിഡൻ്റായിട്ടും എല്ലാത്ത നിലയിലും ബോധരഹിതമായി കടന്നുകൊള്ളുന്നവരുണ്ട്. ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുന്യാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുന്യാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മക്കൾ ഖിയാമത്ത് വരുന്ന മക്കളെ ഈ മജ്ലിസിലുള്ള എല്ലാ ഓരോരുത്തർ മക്കളെയും സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും എതിര് പ്രവർത്തിക്കുന്ന മക്കളെ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഖിയാമത്ത് വരുന്ന മക്കൾക്കും നാഫിയാൽ മേറ്റിത്തണം റഹ്മാനെ. നാഫിയാൽ മേറ്റിത്തണം റഹ്മാനെ. ഇഫ്ദ് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഫഹ്മിന് നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ഓർമ്മശക്തി നീ തരണം റഹ്മാനെ. മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. യക്കീൻ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മക്കൾ ഉഹ്റവിയായ മുത്തഅലിമീങ്ങളാക്കണം റഹ്മാനെ. ഉഹ്റവിയായ ആലിമീങ്ങളാക്കണം റഹ്മാനെ. പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആലിമീങ്ങളാക്കല്ല റഹ്മാനെ. റബ്ബേ ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ ഷറും ആലിമീങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കൽബ് ഇളച്ച കൽബാണ്, ദോഷം കൊണ്ട് പെയ്ത കൽബാണ്. ഫിത്നയും ഫസാദും ഹസദും കിബറും എല്ലാം അതിരിച്ച കൽബാണ്. റബ്ബേ ദിക്ർ കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങളെ കൽബിൽ ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങളെ കൽബ് ആഹ്റത്തുള്ള കൽബാക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഐശ്വര്യത്തോട് നടക്കുന്ന കൽബിൽ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഒന്നിൽ വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഇബ്ലീസിൻ്റെ ഒരു കൽബിൽ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബിൽ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തഖ്വ കൊണ്ട് തിറക്കണം റഹ്മാനെ. നിൻ്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബിൻ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. റബ്ബേ വേണ്ടാത്ത എല്ലാ തോന്നിച്ചുകളെ തൊട്ടും വേണ്ടാത്ത എല്ലാ സ്വപ്നങ്ങൾ തൊട്ടും ഞങ്ങളെ കൽബിൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ നാവ് ദിക്ർ ചൊല്ലുന്ന ആവാക്കണം റഹ്മാനെ. സലാത്ത് ചൊല്ലുന്ന ആവാക്കണം റഹ്മാനെ. ഖുർആൻ ഷരീഫ് ഓതുന്ന ആവാക്കണം റഹ്മാനെ. റബ്ബേ വേണ്ടാത്ത ഫിത്ന പറയുന്നത് നാമതി വലങ്ങളും റഹ്മാനെ. റബ്ബേ ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ പട്ടിണികളിൽ മരിച്ചാലും വെള്ളം കുളിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കുടുംബക്കാർ
കുടുംബക്കാരെയാണ് നബിൻ്റെ ഉമ്മത്തിമാരും ക്യാമന്നാൾ വരുന്ന മക്കളും ക്യാമന്നാൾ വരെ കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റഹ്മാൻ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കാൻ റഹ്മാൻ. റബ്ബേ ഈ നാട്ടിൽ തൊട്ടുകിടക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നാടുകൾ നീ ബർക്കത്ത് ചെയ്യാൻ റഹ്മാൻ, നിഅമത്ത് ചെയ്യാൻ റഹ്മാനെ. കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പല ബിസിനസ്സും ചെയ്യുന്ന നീ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ, നിഅമത്ത് ചെയ്യാൻ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി നീ കൈഫലം പ്രദാനം ചെയ്യാൻ റഹ്മാൻ, നീ കൈഫലം പ്രദാനം ചെയ്യാൻ റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ, വീട്ടിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ. എല്ലാ നല്ല കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ. റബ്ബേ റിസ്കിൽ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ, ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യാൻ റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കാൻ റഹ്മാൻ. റബ്ബേ എത്രയോ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരെ നാട് വീട് പേരെല്ലാം നിനക്കറിയാം. അവരെല്ലാം ഹലാല മുറാദ് ഹാസിലാക്കി കൊടുക്കണം റഹ്മാൻ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാൻ. അവരെല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാൻ. അവരെല്ലാം ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണം റഹ്മാൻ. റബ്ബേ മജ്ലിസ് ഉള്ളവരെയും ഇല്ലാത്തവരെ എല്ലാ ലാഹിറും ബാത്തുമായ രോഗം ശിഫ കൊടുക്കണം റഹ്മാൻ. എല്ലാ രോഗത്തോട്ടും മാരകത്തോട്ടും ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട എല്ലാവരെയും നബിൻ്റെ ഉമ്മത്തിമാർ നീ കാത്തു രക്ഷിക്കണം റഹ്മാൻ. എത്രയോ മാരകമായ രോഗങ്ങൾ പിടിവിട്ട് ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ നീ ശിവ കൊടുക്കണം റഹ്മാൻ. അതിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാൻ. ആനായ റബ്ബേ എത്രയോ കടം കൊണ്ട് വരഞ്ഞവരുണ്ട്, കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ. കടത്തോടുകൂടി ഞങ്ങൾ ആരും മരിപ്പിക്കല റഹ്മാനെ. കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ ലക്ഷക്കണക്കിന് കടം കൊടുത്തവർ തിരിച്ചേൽപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാൻ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളെ റൗള ഷരീഫിൽ പോയി അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉമ്മങ്ങന്മാർക്കും നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ. പല മറാത്ത് നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ, നീ എത്തിച്ചു തരണം റഹ്മാനെ. എൻ്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളെ ഷഫാത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ ഷഫാത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ തൃക്കൈകളുടെ ഹൗലുൽ കൂസൂലിക്കാൻ നീ തൗഫീഖ് റഹ്മാനെ, നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ. ആ റൗള കാണുന്നതിന് മുമ്പ് ഞങ്ങൾ റൂഹിനെ പിടിക്കല്ല റഹ്മാനെ. ആ റൗള കാണുന്നതിന് മുമ്പ് ഞങ്ങൾ റൂഹിനെ പിടിക്കല്ല റഹ്മാനെ. അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് ഹുസലാം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് റഹ്മാനെ, നീ എത്തിച്ചു തരണം റഹ്മാനെ. ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തില്ല റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാൻ. റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും കണ്ണിനും വന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ നീ തൗഫീഖ് ചെയ്യാൻ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കാൻ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ കുടുംബക്കാർ, ഉസ്താദന്മാർ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങളെല്ലാം മരിച്ചുപോയി അവരെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആഹ്റം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാൻ. റബ്ബേ ഈ മജ്ലിസിൽ തന്നെ ഉമ്മവാപ്പന്മാർ, കുടുംബക്കാരെല്ലാം മരിച്ചുപോയവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ആഹ്റം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാൻ. റബ്ബേ ഈ മജ്ലിസിൽ തന്നെ ഉമ്മവാപ്പന്മാർ, കുടുംബക്കാരെല്ലാം രോഗത്തിൽ കിടന്നുകൊള്ളുന്ന നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിന് നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ ഉമ്മങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്, അവരെ ഭർത്താക്കന്മാർക്ക് വലിയ എതിരും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ പറയാൻ പറ്റാത്ത പല രോഗങ്ങളുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ബിൽഡിങ്ങുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. എല്ലൊരുക്കത്തിൻ്റെ രോഗമുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുകൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷൻ്റെ ഞാക്കല്ല റഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. പ്രസവം നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ അത് എത്രയോ ജോലിയാർത്ത പോയ ചെറുപ്പക്കാരും എത്രയോ ഒളിച്ചോടിപ്പോയവരുമുണ്ട്. അവർ ദുനിയാവിൽ ഹയാത്തുള്ളിയൽ ഉമ്മവാപ്പന്മാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ആ ചെറുപ്പക്കാരെല്ലാം ദീനിൻ്റെ മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിരായ ഒരു നിലവാക്കം ഞാക്കല്ല റഹ്മാനെ. ഇല്ല ജീവിച്ചതില്ല മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റബ്ബേ അദബും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അദബുകളുണ്ടാക്കി പൊരുത്തക്കുകൾ
സമ്പാദിച്ച് നരകം കാണുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല റഹ്മാനെ. യാമന്നാൾ വരുന്ന മക്കളെ നീ എത്തിക്കല റഹ്മാനെ. മാനായ റബ്ബേ ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല റഹ്മാനെ. നിസ്സാർ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ആലിമീങ്ങൾ നീ ഫിർക്കത്താക്കല റഹ്മാനെ. യാമന്നാൾ വരെ ആലിമീങ്ങളെ യോജിപ്പിലും പ്രാർത്ഥന സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ ഗ്രാമങ്ങൾ, എത്രയോ മഹല്ലുകൾ, എത്രയോ ജമാഅത്ത് ഫിർക്കത്താണ് റബ്ബേ യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ഇവിടെയുള്ള ജമാഅത്ത് ഒത്തുകിടക്കുന്ന ജമാഅത്ത് എല്ലാ ജമാഅത്തും ഖിയാമത്ത് നീ യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. നിസ്സാര പ്രശ്നത്തിന് വേണ്ടി അല്ല ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽപ്പെട്ടിട്ട് ഒരു ജമാഅത്തും നീ ഫിർക്കത്താക്കല റഹ്മാനെ. ഖിയാമത്ത് വരെ എല്ലാ ജമാഅത്തും യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾ ഖബറുൽ അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഈ ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായെന്ന് വരും. ഖബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം ഖബറിലെ റബ്ബേ അവരുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖബർ തീയാനും പുകയാനും നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ കുടിസാക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ ഞെരുക്കല്ല റഹ്മാനെ. ചെറിയ പുതപ്പുകൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പുകൊണ്ട് ഞങ്ങൾ ആദ്യം നീ പുതക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കിതാബിനെ നീ വലങ്കയിൽ തരണം റഹ്മാനെ. വലങ്കയിൽ നീ തലല്ല റഹ്മാനെ. വല്ലതും എഴുതപ്പെട്ടത് നീ മായ്ച്ചു കളം റഹ്മാനെ. റബ്ബേ വല്ലതും എഴുതപ്പെട്ടത് നീ മായ്ച്ചു കളം റഹ്മാനെ. നാളെ മനുഷ്യർ ചെന്ന് കഴിഞ്ഞാൽ അറസ്റ്റിൻ്റെ നിന്നോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളെ ശരി പാമ്പുകളും തേളുകളും ഉറുമ്പുകളും പുഴുക്കളും തിന്നുന്ന ഒരു ശരീരം നീ ആക്കല്ല റഹ്മാനെ. അവിടെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണം റഹ്മാൻ. എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീ ആക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. കാഠമായ സ്വഭാവത്തോട് നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള ഒരു ലസ്സത്ത് ഞങ്ങൾ കൽബിനും ശരി നീ തരണം റഹ്മാനെ. ഇബാദത്തിനുള്ള തെളിമേഴ്ച ഞങ്ങൾ കൽബിനും ശരി നീ തരല്ല റഹ്മാനെ. മാനായ റബ്ബേ പ്രത്യേകിച്ച് പള്ളിക്ക് വേണ്ടി പലരും സഹായിച്ചിട്ടുണ്ട്. നീ സഹായിച്ചു കൊടുക്കണം റഹ്മാനെ. അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തൗഫീഖ് റഹ്മാനെ. കൊടുത്തവർക്ക് കൊടുക്കേണ്ടെന്ന ഇബ്ലീസിൻ്റെ ശർറ് നീ പെടുത്തല്ല റഹ്മാനെ. ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച മുഴുവൻ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും റബ്ബേ നീ കാണുന്ന എന്താണ് കാണുന്നത് അതെല്ലാം അവർക്ക് നീ അതിൻ്റെ പ്രതിഫലം നീ കൊടുക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ ആ സദക്ക നീ സ്വീകരിക്കണം റഹ്മാൻ. നിൻ്റെ അടുക്കൽ വലിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല റഹ്മാനെ. മാനായ റബ്ബേ കൽബ് കൊള്ളയാണ് നോട്ടം, എൻ്റെ നിങ്ങളോ ശരീരം കൊള്ളയല്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ അവരെല്ലാം കൽബ് നീ അറിയുന്നവരാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ എൻ്റെ പള്ളിക്ക് വേണ്ടിയാണ് നീ കൊടുത്തൊരു സമ്പത്ത് നല്ല വഴിയിലേക്ക് ചെലവഴിക്കുക എന്നുള്ളതാണ് ഈമാൻ. അത് തന്നെയാണ് മുഅ്മിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അല്ലാഹുവിനെ എന്താണ് ആ ഇബാദത്ത് ചെയ്യുന്ന ആ കെട്ടിടത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും ചെറുപ്പർക്കും ചെറിയവർക്കും വലിയവർക്കും അതുപോലെ നമ്മളെ ഒരാഴ്ചകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടാവും. റഹ്മാനായ റബ്ബർക്കെല്ലാം അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്ത് നീ കൊടുക്കണം റഹ്മാനെ. എന്നും കൊടുക്കാൻ നീ തൗഫീഖ് റഹ്മാനെ. അവരെല്ലാം ചെയ്യുന്ന ജോലിയിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം റഹ്മാൻ. ജോലിയിൽ വല്ല തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി റാഹത്തും സന്തോഷമാക്കണം റഹ്മാനെ. പള്ളിക്ക് വേണ്ടി അങ്ങേ രാത്രിയും പകലിനും അധ്വാനിച്ചവരുണ്ട്, അവരെല്ലാം നിങ്ങൾക്ക് മരിച്ചുപോയവരുമുണ്ട്. അവരെല്ലാം ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെല്ലാം ആഖിറത്ത് നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ സ്ഥാപനം അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം റഹ്മാനെ. എല്ലാ ശത്രുക്കൾ ഷർറിൽ നിന്ന് നമ്മളെ പള്ളികൾ നീ സലാമത്താക്കി തരണം റഹ്മാനെ. വളരെ മോശമായ അന്തരീക്ഷമാണ് എല്ലാം കൊണ്ടും. അല്ലാഹു ഇപ്പോഴും നമ്മൾ മുഅ്മിനീങ്ങളെല്ലാം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ഒരേ ഒരു വഴി അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങി എന്താണ് കൽബെല്ലാം ശുദ്ധീകരിച്ച് ഏത് സമയത്തും ദിക്റും സലാത്തും അറിയുന്നവർ ഖുർആൻ ഓതി കൽബ് ഒന്ന് ശുദ്ധീകരിച്ചോളാം. ഇപ്പം പള്ളി എല്ലാം മൂടിയായി, നമ്മളെ കൽബ് മൂടിയല്ല. അതാണ്
അതാണ് ഉസ്താദെല്ലാം പറഞ്ഞത്. നമ്മളെ കൽബ് മൂടി എങ്കിൽ എന്താണോ അള്ളാഹു കാണിച്ച, റസൂല് കാണിച്ച, ഔലിയാക്കന്മാർ കാണിച്ച വഴിയിൽ തന്നെ പോകണം. അല്ലാത്ത വഴിയിലേക്ക് നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ, സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ കൽബ് മൂടിയല്ല, നമ്മളെ കൽബ് ബ്ലാക്കാണ്, കറുപ്പടിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരം മുഴുവനും എന്താണ് ആ നിലക്ക് നരകമായിരിക്കും കാണുക. അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് എൻ്റെ എന്താണ് പ്രത്യേകം ചെറുപ്പക്കാരോട് വയസ്സുള്ളവരോട് ഞാൻ പറയുന്നത് പള്ളിയാണ് ബഹുമാനം. അതും പൊരുത്തവും ബഹുമാനം അത് ഈമാനാണ്. അത് അവൻ്റെ എന്താണ് കണ്ണ് ചിമ്മുന്നത് വരെ അത് വേണം കൽബിൽ. ഇത് ഒരു നിമിഷത്തേക്കുള്ള ബഹുമാനമല്ല. ബഹുമാനമുള്ള മോമിങ്ങനെ ബഹുമാനം കൊണ്ടാണ് ഉയർച്ച വരുന്നത്. ബഹുമാനം ഇല്ലെങ്കിലോ ഉയർച്ച ഒരിക്കലും ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി ഇബ്ലീസിന് എന്താണ് ഇൽമില്ലാത്തത് കൊണ്ടല്ല, ഇബാദത്ത് ചെയ്യാത്തതുകൊണ്ടല്ല, ഒറ്റ ബഹുമാനക്കേടാണ്. അപ്പം നോക്കിയേ, ഏതിൻ്റെ ഉയർച്ച ബഹുമാനമാണ്. ആ ബഹുമാനം കൽബിലുണ്ടോ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലാക്കും. ബഹുമാനക്കേടായാലോ ഡൗണിലേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡൗണിലേക്കല്ല, പിന്നെ അതിനപ്പുറം ഓർമ്മയുണ്ടാവും. അപ്പം അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അത് എന്താണ് പള്ളി ബഹുമാനിച്ചു കൊള്ളണം. നമ്മളവിടെ എന്താണ് ചെയ്യൽ? ഇപ്പം നല്ല മോടിയെല്ലാം കുടിപ്പിച്ച് നമ്മളെന്താണ് നമ്മളെ കൽബ് മോടി കുടിപ്പിക്കണം. എന്താ പണി? ഉസ്താദ് പറഞ്ഞ പോലെ നിസ്കരിക്കണം. 5 വക്ത് ഇമാമു ജമാഅത്തായി നിസ്കരിക്കുക. അതുപോലെ തന്നെ വളരെ ബഹുമാനത്തോട് കൂടി ആ മസ്ജിദിൽ ഇരുന്ന് നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങളോ എന്താണ് ദർസുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ എന്താണ് എത്തിക്കാവിന് നിയത്തി ചെയ്താൽ എന്താ ഖുർആൻ ഓതുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ പള്ളിയിൽ വന്ന് നിങ്ങൾ എന്താണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറയാൻ പോയാൽ തീർച്ചയായും നമ്മൾ അമലങ്ങൾ പൊളിയും. മാത്രമല്ല ഈ പള്ളി നമുക്ക് എതിരായി നിൽക്കുകയും ചെയ്യും. അതല്ല വേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു പള്ളി എന്താണ് അല്ലാഹുവിൻ്റെ ഭവനമാണ്. നമുക്ക് ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മളെ കുശിക്കോ അല്ല നമ്മൾക്ക് നമ്മളെ കളക്കേണ്ട നല്ല പള്ളി അതല്ല വേണ്ടത്. അതല്ല ചെയ്യേണ്ടത്. പള്ളി നമ്മൾക്ക് എന്താണ് ആ നിലക്ക് എല്ലാം ഇവിടെ നല്ല റാഹത്ത്, പള്ളി ഇവിടെ കയറിയിരിക്കുമ്പോൾ നല്ല റാഹത്ത്, അത് നമ്മളെ കൽബിൻ്റെ റാഹത്താണ്. അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, ഏത് സമയത്തും പള്ളിയായി ബന്ധം വേണം. 5 വക്ത് എന്താണ് ഇമാമും ജമാഅത്തും നിസ്കരിച്ചോളാം. പള്ളീൻ്റെ ഇമാറത്താണ്. അതുപോലെ ദിക്റും ഖുർആനും എന്താണ് ഓതുക. നിങ്ങൾ ഈത്തിക്കാഫിൻ്റെ നിയത്ത് ചെയ്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂലി എന്ന് പറയാൻ പള്ളി അത് പുരയിൽ കിട്ടൂല. പുരയിൽ അത് വേറെ വിഷയമാണ്, ഇരിക്കട്ടെ. അപ്പം ഞാൻ ആ വിഷയത്തിൽ ഇപ്പം കിടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, നമ്മളെ കൽബ് ഇപ്പം ഈ പള്ളി നല്ല ബോഡിയുണ്ട്, അതേ സമയം നമ്മളെ കൽബ് ബോഡിയാക്കണം. അതിനെന്താ പണി? ഫിത്തന പറയല അല്ല. ഫിത്തന പറയലല്ല നമ്മളെ കൽബിൻ്റെ മോടി, നമ്മളെ ശരീരത്തിൻ്റെ മോടിയും അതല്ല. നമ്മളെ ശരീരത്തിൽ നിന്ന് അള്ളാഹു കാണിച്ച ദിക്റും സ്വലാത്തും അറിയുന്നവർ ഖുർആൻ ഓതി ഏത് സമയത്ത് ഞങ്ങളെ കൽബ് എന്താവണം മോടി ഒടിപ്പിക്കണം, പ്രകാശിപ്പിക്കണം. അതിനുള്ള വഴിയാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ പള്ളിൻ്റെ എന്താണ് നമ്മൾ അതും മെഡിക്കുന്ന അവരുടെ കണ്ണ് ചിന്നുന്നത് വരെ ആ ബഹുമാന കൽബിൽ വേണം. അതാണ് ഇബ്ലീസിന് പറ്റിയ അപകടം. അവിടെയാണ്. ഇൽമില്ലാത്തതുകൊണ്ട് പുറത്താക്കിയതല്ല. ഇബ്ലീസിന് ബിരുദം കിട്ടിയിട്ടില്ല. ഉണ്ടോ? ഇബ്ലീസിന് സഖാഫി ബിരുദോ അല്ല മദനി ബിരുദോ അല്ല ബാക്കിയാക്കി ബിരുദമൊന്നും ഇബ്ലീസിനില്ല. ഇബ്ലീസിന് കിട്ടിയ ബിരുദം ഏതെന്നറിയാം? കാഫിർ ബിരുദ. അതിൽ വേണം എല്ലാം പെട്ട്, സലഫിയും പെട്ട്, മുജാഹിദും പെട്ട്, തബ്ലീഗും പെട്ട്, എല്ലാം പെട്ട്. അപ്പം അതുകൊണ്ട് അതേ നിലയിൽ നമ്മളെ എന്താണ് ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചില്ല എങ്കിൽ ഇബ്ലീസിൻ്റെ വഴിയിലാണ് പോകാം. സംസാരം പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഉണ്ടായിപ്പോകണം. നമ്മൾ ജീവിതകാലം നമ്മളെ മക്കളിലേക്ക് തന്നെ പോകണം. നമ്മളെ പ്രവർത്തിച്ചതായിരിക്കും നമ്മളെ മക്കൾ പ്രവർത്തിക്കുക. നമ്മളെ കണ്ടിട്ടാണ് അവർ അന്നേൽക്ക് ഉയർത്തുക. അപ്പം നമ്മൾ പള്ളിയായി ബന്ധം പോകണം. നമ്മൾ പള്ളിയായി ബന്ധം വേണ്ടി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നോ അതിലെല്ലാം നിങ്ങൾ പങ്കെടുക്കണം. നമ്മളിത് അവിടെ പോയിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതായിരിക്കും നമ്മളെ മക്കൾ കണ്ടുപിടിക്കുക. എൻ്റെ ഉപ്പ അങ്ങോട്ടുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം. ബഹുമാനമാണ്. ആ ബഹുമാനത്തിൻ്റെ മേലാണ് എല്ലാം കിടക്കുന്നത്. ഒരു പണ്ഡിതൻ ഉയർച്ച ചെയ്തത് ബഹുമാനമാണ്. ബഹുമാനക്കേട് വന്നാലോ ആ പണ്ഡിതൻ ഡൗണിലേക്കാ പോവാ. എവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഇബ്ലീസ് പണ്ഡിതനല്ലാത്തതുകൊണ്ടല്ല, ബഹുമാനക്കേട് ഉണ്ടാക്കിയതാ. സംഗതി പറഞ്ഞതാ, ന്യായം പറഞ്ഞതാ. ന്യായം എവിടെയും പറയാൻ പറ്റൂലല്ലോ.
ഞാൻ പറഞ്ഞു വിചാരിച്ചു നമുക്ക് ഏടിയെത്തൂല. അപ്പോൾ അതെല്ലാം വളരെ നിലക്ക് ഞങ്ങളോട് സമയം വൈകിയുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് നടക്കുന്നില്ല. പിന്നെ ചെറിയ ദ്വാര തീർക്കണമല്ലോ. അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ ഇവിടെ 40 ആൾ കൂടിയിട്ട് ഒരു ഒലിയുണ്ടാവും. ആ ഒലിയുടെ ആമയും കൊണ്ട് ഞാനൊന്നും നന്നാവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാൻ മുങ്ങാൻ വിചാരിച്ചതാണ്. ഉസ്താദ് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നോക്കാം ഇൻഷാ അല്ലാഹ്, നിങ്ങളെ കേൾക്കട്ടെ ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. അങ്ങനെ അള്ളാഹു നമ്മളെ എത്തിച്ചതാണ്. അത് കൽബ് ആണ് അള്ളാഹുവിൻ്റെ നോട്ടം. എന്തോ നിങ്ങളെ ശരീരം കൊള്ളയല്ല, തോട്ടം കൊള്ളയല്ല, പിന്നെ വീട് കൊള്ളയല്ല, കൽബ് കൊള്ള. അപ്പം ആ കൽബിൽ എങ്ങനെയാണോ എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഒരു നോട്ടവും അള്ളാഹുവിൻ്റെ ഒരു സഹായം, ഔലിയാക്കന്മാരുടെ നോട്ടം, ഔലിയാക്കന്മാരുടെ സഹായം അല്ലാതെ കാലത്തോളം നമ്മൾ ഒരു നിലക്കും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാണ്, ഏത് സമയത്തും എന്താണ് ദിക്റും സ്വലാത്തും. നാവാണ് എല്ലാത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. നാവ് കൊണ്ട് ഫിത്തനുണ്ടാക്കിയാൽ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നത്, കൈ കൊണ്ട് പ്രവർത്തി നാവ് കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല, അതങ്ങനെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഏത് വിഷയത്തിലും. ഇപ്പോൾ നമ്മളെ കാണുന്നതിൽ ഇപ്പോൾ എന്താ സംഭവം, ഏതെല്ലാം നിലക്കാണ് അള്ളാഹു നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് നിലക്കെല്ലാം ഇപ്പോൾ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കുക. മുമ്പത്തെ പോലും നല്ല ഇപ്പോഴും യന്ത്ര സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് വിഷമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജീവനും പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മുമ്പുള്ള എന്താണ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോന്ന് നോക്കുമ്പോൾ ഞാൻ വിഷയത്തിൽ കിടക്കുന്നില്ല, വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ മനുഷ്യൻ നിർമ്മിയ യന്ത്രങ്ങൾ കൂടിയാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. ഫിത്നയും ഫസാദും അതും നമ്മളെ കൽബ് മോശവും എല്ലാം പോകുന്ന അവിടത്തേക്കാണ്. വേണ്ടാത്ത ഓരോ നിലക്കിലാണ് നമ്മൾ നരകം കാണുന്ന ഒരു വഴിയിലേക്കാണ് അപ്പം ഞാൻ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. സ്വർഗം കാണണം എന്നുള്ള ഒരു ചിന്ത നമുക്കില്ല, ഉണ്ടാവോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ആ നിലക്കാണ് ഇപ്പോൾ പിടികൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇബ്ലീസാണ് ജയിച്ചത്, ഞാൻ നിങ്ങൾ പരാജയത്തിൻ്റെ കൊടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തലമുറ എങ്ങോട്ടാ പോകുന്ന ഒരു ലക്ഷ്യമില്ല. എല്ലാം വളരെ മോശമായ അന്തരീക്ഷമാണ്. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏത് സമയത്തും നാവ് ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം. നാവാണ് എല്ലാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ രാജാവാണ് നാവ്. ആ നാവ് നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു, അവൻ്റെ കുടുംബം നശിച്ചു, അവൻ്റെ നാട് നശിച്ചു. അവൻ്റെ നാവ് നന്നായാലോ അവൻ നന്നായി, അവൻ്റെ കുടുംബം നന്നായി, എല്ലാം നന്നായി. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏത് സമയത്തും നമ്മളെന്താണ് ദിക്ർ, അത് അള്ളാഹു എന്തെല്ലാം കാര്യം എടുക്കാൻ പറഞ്ഞോ അത് മുഴുവൻ എടുക്കുക, എന്തെല്ലാം നിരോധിച്ചോ അത് മുഴുവനും നിരോധിച്ചുകൊള്ളാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയാൽ, ഇബ്ലീസ് കാണിക്കുന്ന വഴിയിലേക്ക് പോയാൽ നമ്മൾ ദുനിയാവും ഖബറും എല്ലാം മാശറും എല്ലാം പരാജയമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹു ഇബ്ലീസിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തീരുമാറാട്ടെ. പ്രത്യേകിച്ച് എന്താണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യമല്ല വളരെ മോശമായ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഈ നീതികേടുണ്ടാക്കുന്ന ഒരു ഭരണാധികളി ഒരു രാജ്യത്ത് നീ നിലനിർത്തല്ല റഹ്മാനെ. നീതിമാരായ ഭരണാധികളെ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. നമ്മൾ ദുആ ചെയ്യാന്നല്ലാതെ വേറൊരു വഴി നമ്മൾ കാണുന്നില്ല. ഒരു വെള്ളാക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. എല്ലാം വലിയ അന്നേക്ക് കളിച്ചവനല്ലേ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിയന്ത്രിക്കുന്ന റബ്ബാണ്. ആർക്കും കിബിർ പറ്റൂല. ഏത് ആൾക്കാർക്കും എത്ര വലിയ ഒരുത്തനായാലും, ഏത് സുൽത്താനിക്കായാലും, ഏത് ഭരണാധികൾക്കായാലും കിബിർ കൽബിൽ പറ്റൂല. അതുണ്ടോ എല്ലാം നഷ്ടമാണ്. എല്ലാം നിഷ്കേ ചെയ്യൂ, ഉയർച്ച വരൂല, ഒരിക്കലും പറ്റുമത് ആർക്കും പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യാനേ നമ്മൾക്ക് വയ്യുള്ളൂ. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, നമ്മളെല്ലാം നാട് നല്ല റഹ്മാനായ റബ്ബേ ശാന്തിയും സമാധാനം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. നിരപരാധികളായ ഇമാമികളെയും അതുപോലെ പള്ളികളും മദ്രസകളും അതുപോലെ നിരപരാധി ആൾക്കാരെയും കെട്ടിടങ്ങളെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണോ റബ്ബേ. അങ്ങനെയുള്ള ആര് നശിപ്പിക്കുന്നു അവരെ നീ നശിപ്പിക്കണം റഹ്മാനെ, അവരെ നീ നശിപ്പിക്കണം റഹ്മാനെ. ശത്രുക്കളെല്ലാം നിൽക്കുന്ന നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തിത്തണം റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വരുന്ന മുഴുവൻ ശത്രുക്കളെയും നീ നശിപ്പിക്കണം റഹ്മാനെ. അവിടെ എല്ലാം നിൽക്കുന്ന നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഒരു കാര്യത്തോടെ യോജിപ്പിലാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ശത്രുക്കൾ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തിത്തണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നിലനിർത്തിത്തണം റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ആര് എതിര് പ്രവർത്തിക്കുന്നുവോ അവരെ നീ നേർവയിലാക്കണം റഹ്മാനെ. അല്ല എങ്കിൽ അവരെ ഷർറിനോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അതുപോലെ അവിടെ തബർക്ക് കൊടുക്കുന്ന ആര് ഭക്ഷിക്കുന്നു, ഭക്ഷിക്കുന്നില്ല വാഹിറും ബാത്തുമായ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കളോട് കൂടി മക്കളില്ലാത്തത് നീ മക്കളെ
കൊടുക്കണം റഹ്മാനെ. സഹായിച്ച മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. അത് പാകം ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. ഏതോ പ്രസ്തുക്ക് വേണ്ടിയല്ല റബ്ബേ ഈ പള്ളിക്ക് സഹായിച്ചവർ, അതെല്ലാം നിനക്ക് കൊടുത്ത നീ കൊടുത്ത സമ്പത്ത് നല്ല വഴിയിലേക്ക് ചെലവഴിക്കുക എന്നുള്ളതാണ് ഈമാൻ. അവനാണ് മോമൻ. സമ്പത്ത് ആകുന്ന ഒരു സ്ത്രീൻ്റെ പിന്നാലെ നമ്മൾ ഓടാങ്ങ് പോയാൽ നമ്മൾ ദുനിയാവും ആഖിറവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് എന്താണ് എല്ലാം സമ്പത്തിൻ്റെ പിന്നാലെ ഓട്ടം. ആ ഓട്ടം എവിടെ ചെന്ന് എത്തുന്നുള്ള ഒരു പിടുത്തവുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു തന്നെ സമ്പത്ത് എടുത്ത് ഇന്ത്യ ഗവൺമെൻറ്റോ അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ല ഉമ്മി വാപ്പി തന്നതല്ല, അള്ളാഹു തന്ന സമ്പത്താണ്. ആ സമ്പത്ത് നല്ല വഴിയിലേക്ക് ചെലവഴിക്കണം. ആ സമ്പത്താകുന്ന സ്ത്രീൻ്റെ പിന്നാലെ ഞാനും പറയുന്നു, നിങ്ങളെല്ലാം ഓടാങ്ങ് പോയാലുണ്ടല്ലേ ഓട്ടം തന്നെയാണ്. അത് ഓട്ടം തന്നെയാണ്. അത് പരാജയത്തിൻ്റെ ഓട്ടമാണ്, വിജയത്തിൻ്റെ ഓട്ടമല്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു തന്ന നല്ല സമ്പത്ത് ഇതുപോലുള്ള പള്ളികൾക്കും അതുപോലെ ദർസുകൾക്കും അതുപോലെ നമ്മൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇപ്പം പല എന്താണ് അള്ളാഹു രോഗം കൊണ്ട് നമ്മൾ ശിക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ നല്ല സമയം, മഴൻ്റെ സമയമാണ്. കണ്ടില്ലേ ഏത് നിലക്കാണ് എവിടെ എത്താന്നുള്ള ഒരു പിടുത്തവുമില്ല. ഇനി ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവോ എന്നുള്ള സംശയത്തിലാണ്. നമ്മൾ കോടിക്കണക്കിന് ഉറുപ്പിയുണ്ടായിട്ട് കാര്യമില്ല. അത് നമുക്ക് ഒരു വൻ ശക്തിക്കും ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളതായ നില അള്ളാഹു രക്ഷിതാവും നമ്മൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞ് കേൾക്കില്ല എങ്കിൽ രക്ഷിതായ റബ്ബിന് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ശിക്ഷിക്കണ്ട എന്ന് പറയും നമുക്ക് ആർക്കും അധികാരമില്ല. പലതും കൊണ്ട് ശിക്ഷിക്കും. ശത്രുക്കൾ കൊണ്ട് ശിക്ഷിക്കും, വെള്ളം കൊണ്ടത് ശിക്ഷിക്കും, അതുപോലെ കഠിനമായ ചൂട് എന്ന് നശിപ്പിച്ച് കളയും. ഇതെല്ലാം റബ്ബിന് വിട്ടാണ്, നമുക്ക് വിട്ടതല്ല. അപ്പം അതിൽ നിന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി കൽബെല്ലാം ശുദ്ധീകരിച്ച് അതേ ഒരു വഴിയുള്ളൂ. എല്ലാം നമ്മൾക്ക് സമ്പത്ത് കുന്നുകൂട്ടിയത് കൊണ്ടൊന്നും നമ്മൾ വിജയിക്കില്ല. നമ്മൾ പരാജയത്തിൻ്റെ ഒടിയിലേക്ക് കണക്കുക. അപ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ആ നിലക്ക് കൽബെല്ലാം ശുദ്ധീകരിച്ച് ആ ദുനിയാമക്കളെ ഒരു നിമിഷമേ ഉള്ളൂ, ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാട്ടെ. സ്വീകരിക്കണം റഹ്മാനെ, വായിബാക്കൾ റഹ്മാനെ. അവസാനം ഞങ്ങളെല്ലാം ഓരോരുത്തരുടെ ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൻ നീ പെടുത്തണം റഹ്മാനെ. സ്വീകരിക്കണം റഹ്മാനെ, വായിബാക്കൾ റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. ജഹന്നം നരകത്തിൽ നീ കരിക്കല്ല റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുമ്മ